വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. മോട്ടിവേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. പോസിറ്റീവ് മോട്ടിവേഷനും നെഗറ്റീവ് മോട്ടിവേഷനും. പോസിറ്റീവ് മോട്ടിവേഷനാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. നെഗറ്റീവ് മോട്ടിവേറ്റേഴ്സിന് ഒരു കൈ അകലം നിർത്തുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് വരുന്നത് ക്രിട്ടിസൈസേഴ്സ്. ഈ പറയുന്ന 5 കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മളൊരു 1 ആം ഡിസ്റ്റൻസിൽ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുന്നതാണ് നല്ലത്. അതിലാദ്യം വരുന്നതാണ് ക്രിട്ടിസൈസേഴ്സ്. ഹെൽത്തി ക്രിട്ടിസൈസേഴ്സും ഉണ്ട്, നെഗറ്റീവ് ക്രിട്ടിസൈസേഴ്സും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താം കേട്ടോ. അതങ്ങനെ ചെയ്യണം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ നന്നാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേഷൻ തരുന്ന ആളുകളുണ്ട്. എന്നാൽ ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും കുറ്റം മാത്രം കാണുന്നത്. അതാണ് നെഗറ്റീവ് ക്രിട്ടിസൈസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ. അതങ്ങനെ ചെയ്യട്ടോ, ഇങ്ങനെ ചെയ്യട്ടോ, എന്താ ഇങ്ങനെ ചെയ്ത് വെച്ചത്, ആകെ ഇതായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റം പറയുന്ന ആളുകളില്ലേ, ആ ഒരു ടൈപ്പ് ആളുകൾ. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പകുതി തന്നെ ഇല്ലാതോ, നമ്മുടെ ലൈഫേ തന്നെ ഡ്രൈ ആയിപ്പോകും ഇവരുടെ കൂട്ടത്തിൽ നിന്ന്. പിന്നെ വരുന്നത് ഈ സീസോ എന്ന് പറഞ്ഞാൽ ആടി ഉലയുന്ന ടൈപ്പ് ആളുകളില്ലേ, സീസോ ടൈപ്പ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറഞ്ഞാൽ അവർ പറയും ആ കൊള്ളാമല്ലോ, നല്ലതാണല്ലോ, കൊള്ളാട്ടോ എന്ന് പറയും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇത് അങ്ങനെ വരില്ലേ, ഇങ്ങനെ വരില്ലേ, അയ്യോ അത് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ നമ്മുടെ അടുത്തോട്ട് ഓടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ആളുകളോട് നമ്മുടെ ഗോൾസോ എയിംസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മളെന്നൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ഒരു മൈൻഡ് സെറ്റും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ടൈപ്പ് ആളുകളോട് ഒരു 1 ആം ഡിസ്റ്റൻസ് നിർത്തുന്നത് നല്ലതല്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ വരുന്ന ആളുകളാണ് സ്വീറ്റ് പോളിഷ്ഡ് ടൈപ്പ് പീപ്പിൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പഞ്ചാരയും മധുരമൊക്കെ പുരട്ടി നല്ല ബട്ടറൊക്കെ പുരട്ടി എന്നുള്ള ടൈപ്പിൽ സംസാരിക്കുന്ന ആളുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര പോളിഷ്ഡായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഭയങ്കര സ്വീറ്റ് ആൻഡ് എന്താ പറയുക, നമ്മളങ്ങനെ കയ്യിലെടുക്കും. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നമ്മുടെ നല്ല ഗുണങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പറഞ്ഞ് എപ്പോഴും നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് ബട്ടറിഷാക്കി മാത്രമാണ് അവർ സംസാരിക്കത്തുള്ളൂ. കാരണം അവർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടാവും. ഒരു രീതിയിലും നല്ല രീതിയിലും നമ്മളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളൊന്ന് പതുക്കെ ഒന്ന് മാറുന്ന തക്കത്തിന് നമ്മുടെ കുറ്റവും അവർ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. ഇങ്ങനെ പോളിഷ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ മെയിൻ ഒരു പ്രത്യേകത അതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നമ്മൾക്കിടയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ടോ ഇങ്ങനെ തന്നെ, ചിലപ്പോൾ നമ്മളും തന്നെ ആവാട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് കാറ്റഗറി എന്ന് പറയുന്നത് വീടുകളിൽ അധികം അങ്ങനെ കണ്ട ചാൻസ് ഇല്ല. പക്ഷേ ഈ വർക്കിംഗ് സ്പേസുകളിൽ ഓഫീസിലൊക്കെ അങ്ങനെയുള്ളൊരു സെക്ടറിലേക്കാണ് കൂടുതൽ ഇങ്ങനെയുള്ള ടൈപ്പ് ആളുകളെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ആളുകളാണ് കംപ്ലൈനേഴ്സ്. എപ്പോഴും പരാതിപ്പെട്ടി എന്ന് പറഞ്ഞാൽ അവരെ തന്നെ പറ്റി എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ എനർജി അവരെന്നെ ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ഒരാളെ പറ്റി കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ രസമൊക്കെയാണ്, പക്ഷെ നമ്മുടെ എനർജിയാണ് സത്യത്തിൽ അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഊറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ആളുടെ എനർജി ലോസ് ആവാണ്, ഇത് കേൾക്കുന്നത് നമ്മുടെ എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ തന്നെയാവും കേട്ടോ ഈ ടൈപ്പ് കാറ്റഗറിയിൽ പെടുന്നത്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് കമ്പാരിസൺ ഒരു പരിധി വരെ നല്ലതാണ് അല്ലേ. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പാരിസൺ നടത്തുന്ന പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കമ്പാരിസൺ കുഴപ്പമില്ല ഒരു പരിധി വരെ. പക്ഷേ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയോ നമ്മുടെ മക്കളെ പറ്റിയോ ആരായാലും കമ്പാരിസൺ നടത്തുന്നത് നമുക്ക് തന്നെ പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ, ഹാവ് എ വെരി പോസിറ്റീവ് ഡേ.